നെറ്റ്ഫ്ലിക്സിലുള്ള ഒരു കിടിലൻ ക്രൈം ത്രില്ലർ സീരീസ് പരിചയപ്പെടുത്താം. മിസ്റ്റർ മെഴ്സൈഡിസ്. സ്റ്റീഫൻ കിങ്ങിന്റെ ഇതേ പേരിലുള്ള ബെസ്റ്റ് സെല്ലർ നോവലിന്റെ അഡാപ്റ്റേഷൻ ആണിത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ഇ കെല്ലിയാണ്. ബ്രെൻഡൻ ഗ്ലീസൺ, ഹാരി ട്രിഡാവെ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ഒരു റിട്ടയേർഡ് ഡിറ്റക്റ്റീവാണ് ബിൽ ഹോഡ്ജസ്. പുള്ളി സോൾവ് ചെയ്യാത്ത ഒരു കേസാണ് 16 പേരെ കൊന്ന ഒരു കില്ലറുടെ കേസ്. ഭൂതകാലത്ത് നിന്നുള്ള ഭൂതമായിട്ട് ഈ കേസും കില്ലറും കൂടി ഡിറ്റക്റ്റീവിന്റെ പിന്നാലെ എത്തുന്നതാണ് ഈ സീരീസിന്റെ കഥയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിടിലൻ ത്രില്ലർ സീരീസ് ആണിത്. എനിക്ക് പേഴ്സണലി വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് കൂടിയാണ്. ആദ്യത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ഒരു ഷോക്കിംഗ് സീനിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ. ഇതിൽ ആരാണ് കില്ലർ, ആരാണ് സൈക്കോ എന്നുള്ളത് ആദ്യം മുതലേ കാണിച്ചുകൊണ്ട് തന്നെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. സോ വില്ലനും നായകനും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണ് പിന്നീട് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ഈ സീരീസിന്റെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. സൈക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല, അത് സൈക്കോയാണ്. പിന്നെ ഇതൊരു സ്ലോ ബേൺ മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. ക്യാരക്ടർ ഡ്രിവൺ ആണ്. നമുക്ക് ഇഷ്ടം തോന്നുന്ന കുറേയധികം കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇതിന്റെ ബുക്ക് വായിച്ചൊന്നുമില്ല, പക്ഷെ കേട്ടിട്ടുള്ളത് ഇതിലെ ബുക്കിലെ ഉള്ള ക്യാരക്ടേഴ്സിനെക്കാളും സീരീസിൽ അവര് കുറെ കഥാപാത്രങ്ങളെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലെ നായകനായിട്ടുള്ള ഡിറ്റക്റ്റീവ് ബിൽ ഹോഡ്ജസിനെ തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. ആ റോളിൽ വന്ന ബ്രെൻഡൻ ഗ്ലീസൺ ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. നമുക്ക് ഇഷ്ടം തോന്നുന്നതിനോടൊപ്പം തന്നെ ചില സമയത്ത് നല്ല ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ തോന്നുകയും ചെയ്യും ഈ കഥാപാത്രത്തോട്. പ്രത്യേകിച്ച് ജെറോം എന്ന പയ്യനോട്, അയൽക്കാരിയായ ഐഡയോടും ഒക്കെ പുള്ളി ആദ്യ സമയത്ത് പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും. പക്ഷെ പുള്ളിക്ക് പുള്ളിയുടേതായ കാരണങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് വഴിയെ മനസ്സിലാവുകയും ചെയ്യും. ഹാരി ട്രിഡാവെയാണ് ഇതിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രേഡി എന്ന റോളിൽ വരുന്നത്. കണ്ടാൽ നമുക്ക് പാവം തോന്നുന്ന, ഉള്ളിൽ ഒരുപാട് ഡാർക്ക്നെസ് ഉള്ള ഒരു കഥാപാത്രമാണ്. കിടിലം പെർഫോമൻസ് ആയിരുന്നു പുള്ളി. ബ്രേഡിയുടെ അമ്മയായിട്ട് വന്ന കെല്ലി ലിഞ്ചും വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു അമ്മ കഥാപാത്രമാണ്. കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണ്. കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഹോളി എന്നതിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായി വരുന്ന ജസ്റ്റിൻ ലൂപ്പും കിടിലം പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ജെറോം ആയിട്ട് വന്ന ജെറേൽ ജെറോം, ഡിറ്റക്റ്റീവിന്റെ അയൽക്കാരി ഐഡയായിട്ട് വരുന്ന ഹോളൻ ടൈലർ, ഇവരെയും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അതുപോലെ ജെയ്നി, ലൂ എന്നീ കഥാപാത്രങ്ങളോടും നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിൽ അഭിനയിച്ചവരുടെ എല്ലാം പെർഫോമൻസ് മികച്ചതാണ്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കളർ ടോൺ, പ്രൊഡക്ഷൻ ഡിസൈൻ, സൗണ്ട് ഡിസൈൻ ഒക്കെ നല്ലതാണ്. ക്വാളിറ്റി ഉള്ള മേക്കിംഗ് ആണ് സീരീസിലുള്ളത്. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ സ്ലോ ബേൺ ത്രില്ലർ ആയതുകൊണ്ട് ഫാസ്റ്റ് പേസിൽ പോകണം എന്നുള്ളവർക്ക് ഇത് കുറച്ച് പാടായിരിക്കും ഇങ്ങനെ കണ്ടിരിക്കാൻ എന്നുള്ളത്. പക്ഷേ ഇതിൽ ഒരുപാട് ഹൈ മൊമെന്റ്സ് ഉണ്ട്. സോ സ്ലോ ആണെങ്കിൽ കൂടിയും ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഈ ഗംഭീര മൊമെന്റ്സ് ഒക്കെ കൊണ്ട് വെർത്ത് വാച്ച് ആകുന്നുണ്ട് എല്ലാവർക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവ് വശം. പക്ഷെ ഇതൊരു അല്പം കൂടി സ്പീഡ് കൂട്ടുകയായിരുന്നുവെങ്കിൽ ഈ 10 എപ്പിസോഡ് എന്നുള്ളത് ഒരു 8 എപ്പിസോഡിലൊക്കെ തീർക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ ഫാസ്റ്റ് പേസ് സ്റ്റോറി ലവേഴ്സിനും കുറച്ചുകൂടി ഇത് ഇഷ്ടമായേനെ. എനിക്ക് പേഴ്സണലി ഈ ഒരു ടൈപ്പ് സ്ലോ ബേൺ ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്താണ് ഇത് കണ്ടത്. എന്റെ ഒരു ടൈപ്പ് ഓഫ് കഥ പറച്ചിൽ സ്റ്റൈലായിരുന്നു ഇതിൻ്റെത്. സോ എന്നെ പോലെ സ്ലോ ബേണിംഗ് ക്രൈം ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ മൊത്തത്തിൽ ഒരു മികച്ച സീരീസ് ആണ് മിസ്റ്റർ മെഴ്സൈഡിസ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. സ്ലോ ബേണിംഗ് ക്രൈം ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഇത് 2017 റിലീസ് ആയതാണ്. ഇത് ഒറ്റ സീസൺ മാത്രമല്ല, ഇതിന് 3 സീസൺ ഉണ്ട് മൊത്തം. ഞാൻ ഒരു സീസൺ മാത്രമേ കണ്ടുള്ളൂ. 2019 വരെ എങ്ങാണ്ട് ഇത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സീസൺസ് ഞാൻ ചിലപ്പോ കാണും, ചിലപ്പോൾ കാണില്ലായിരിക്കും. ഫസ്റ്റ് സീസണിൽ 45 മുതൽ 55 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 10 എപ്പിസോഡുകളാണുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹിന്ദി, തമിഴ് അങ്ങനെ ഇന്ത്യൻ ഭാഷകളിലൊന്നും ഡബ്ബിംഗ് ഇല്ല. 18+ ആണ്, ഓർക്കുക. കുട്ടികൾക്കും ഫാമിലിക്കും കാണാൻ പറ്റുന്ന ഒരു സീരീസ് അല്ല. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.